Good evening. Good evening, ma'am. Good evening, ma'am. ആക്ടിവിറ്റി ഒക്കെ ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുകയാണോ? Yes, ma'am. മിസ് ചെയ്യാൻ സമ്മതമുണ്ട്. പിന്നെ ആരാണ്? ഞാൻ ആ പേപ്പർ കഴിഞ്ഞ പ്രാവശ്യം എഴുതിയതെടുക്കാൻ മറന്നു, വിട്ടുപോയി. പേരുകള് 3 പേരോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ആരൊക്കെയായിരുന്നു അത്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒന്ന് നിസ്സിയാണ് അല്ലേ? അതെ. നമുക്ക് നോക്കാം. നിസ്സിയ എന്ത് ആക്ടിവിറ്റിയാണ് നിസ്സിയോട് പറഞ്ഞത്? നാപ്കിൻ ഫോൾഡിങ് ആൻഡ് ഫോൾഡിങ്. നാപ്കിൻ ഫോൾഡിങ് ആണ് അല്ലേ? ഓക്കെ. ഓക്കെ, ഇപ്പൊ നമുക്ക് തുടങ്ങാം മിസ് ചെയ്യാൻ. യെസ് മാം. ടെൻഷൻ. നിസ്സിയ, ഒരു മിനിറ്റ്, ഞാൻ ക്യാമറ സെറ്റ് ചെയ്ത്. കാണാൻ പറ്റുമോ? കാണാൻ പറ്റുന്നുണ്ട്. ഞാനിവിടെ പറയാൻ പോകുന്നത് നാപ്കിൻ ഫോൾഡിങ്ങും അൺഫോൾഡിങ്ങും ആണ്. അതിന് നമുക്ക് ആവശ്യമായ മെറ്റീരിയൽ എന്ന് പറയുന്നത് മാറ്റ്, ട്രേ, നാപ്കിൻസ്. ഇത് 4 നാപ്കിൻ വേണമെന്നാ പറഞ്ഞേക്കണേ. അതിൽ ഫസ്റ്റ് നാപ്കിൻ, സെക്കൻഡ് നാപ്കിൻ, തേർഡ് നാപ്കിൻ, ഫോർത്ത് നാപ്കിൻ. ഇത് ഫസ്റ്റ് നാപ്കിൻ എടുത്തിട്ടുണ്ട്. ടോട്ടൽ എത്ര ഉള്ളത്? ടോട്ടൽ എത്രയാ? 4 നാപ്കിൻസ്. ഇതില് ഫസ്റ്റ് നാപ്കിൻ എടുത്തിട്ടുണ്ട്. ഇത് ഫോൾഡ് ചെയ്ത് വെച്ചേക്കാണ്. ഇനി അൺഫോൾഡ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്യാൻ കാണിച്ചു തരും. ഇങ്ങനെ ഈ നാപ്കിൻ എടുത്തിട്ട് അതിന്റെ സെന്റർ നോക്കണം. നമ്മള് സെന്റർ നോക്കിയിട്ട് അടിയിൽ നിന്നും മുകളിലോട്ട് കറക്റ്റ് ലെവലിൽ വെച്ചിട്ട് നമ്മൾ മടക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ 2 കൈയിൻ്റെയും ഇൻഡെക്സ് ഫിംഗറും മിഡിൽ ഫിംഗറും വെച്ചിട്ട് നടുക്കീന്ന് ശരിക്കും നിവർത്തി കൊടുക്കുക. അപ്പൊ ഇത് കറക്റ്റായി. ഇത് പാരലായിട്ട് മടക്കാണ് ചെയ്തേക്കുന്നത്. ഇനി അടുത്ത നാപ്കിൻ
ഒരു ഡയഗോണലായിട്ടാണ് മടക്കിയേക്കുന്നത്. ഇത് നമ്മൾ ആ നിവർത്താൻ പോവാണ്. ഇപ്പൊ ഇത് നിവർത്തി. ഇനി നമ്മള് ഈ നാപ്കിൻ ഇവിടെ വിരിച്ചിട്ടിട്ട് ഈ ഇടത്തെ ഫിംഗർ മുകളിൽ വെക്കണം, മുകളിലെ മൂലയ്ക്ക് വരണം. വലത്തെ ഫിംഗർ വെച്ചിട്ട് അടിയിൽ നിന്ന് ടോപ്പിലോട്ട് മടക്കണം. മടക്കിയിട്ട് രണ്ട് കൈയിൻ്റെ ഇൻഡെക്സ് ഫിംഗറും മിഡിൽ ഫിംഗറും ഉപയോഗിച്ച് കറക്റ്റായിട്ട് ലെവൽ ചെയ്യണം. ഇങ്ങനെയാണ് രണ്ടാമത് മടക്കിയേക്കുന്നത്. ഓക്കെ. അത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഒരു സ്ക്വയർ രീതിയിലാണ് മടക്കാൻ പോണത്. അത് അതുപോലെ തന്നെ ഒരു നാപ്കിൻ എടുത്തിട്ടുണ്ട്. ഈ നാപ്കിൻ അടിയിൽ നിന്നും മുകളിലേക്ക് കറക്റ്റായിട്ട് മടക്കിയിട്ട് സെന്ററിൽ വെച്ച് മീഡിയനായിട്ട് മടക്കിയിട്ട് രണ്ട് കൈയിൻ്റെ ഇൻഡെക്സ് ഫിംഗറും മിഡിൽ ഫിംഗറും ഉപയോഗിച്ച് കറക്റ്റായിട്ട് ലെവൽ ചെയ്യണം. ലെവൽ ചെയ്തതിന് ശേഷം ഇത് ഒന്നും കൂടെ ഇതിൻ്റെ മിഡിൽ വെച്ചിട്ട് രണ്ടാമത് ഒന്നും കൂടി മടക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കൊരു സ്ക്വയർ രീതിയാണ് കിട്ടിയേക്കുന്നത്. ഇനി നാലാമത്തെ നാപ്കിൻ എന്ന് പറയുന്നത് ഒരു ഒരു ത്രികോണം പോലെ അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. അത് നമ്മള് ഒരു നാപ്കിൻ നിവർത്തിയിട്ട് അതിന്റെ മുകളിൽ ഇടത്തെ കൈ വെച്ച് അടിയിൽ നിന്ന് ടോപ്പിലോട്ട് മടക്കിയിട്ട് ആദ്യം രണ്ട് ഫിംഗർ വെച്ചിട്ട് മിഡിൽ ഫിംഗറും ഇൻഡെക്സ് ഫിംഗറും വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് ലെവൽ ചെയ്തിട്ട് ഒന്നും കൂടെ ഇങ്ങോട്ട് മടക്കിയിട്ട് ഈ ഫിംഗർ തന്നെ ഉപയോഗിച്ച് നല്ലോണം ലെവൽ ചെയ്യാം. അപ്പൊ നമുക്കൊരു ട്രയാങ്കിൾ രീതിയിൽ കിട്ടും. അങ്ങനെ 4 രീതിയിലാണ് നാപ്കിൻ നമ്മൾ മടക്കിയേക്കുന്നത്. ഇത് പാരലൽ, ഇത് ഡയഗോണൽ, സ്ക്വയർ, ട്രയാങ്കിൾ. ഓക്കെ, നന്നായിട്ട് ചെയ്തു കേട്ടോ. താങ്ക് യു മാം. തിരിച്ചു വെക്കുന്നില്ലേ നീ? കഴിഞ്ഞോ? ട്രേ ഒക്കെ തിരിച്ചു വെക്കുന്നില്ലേ? ആക്ടിവിറ്റി കഴിഞ്ഞാൽ തിരിച്ചു വെക്കണ്ട എല്ലാരും മെറ്റീരിയൽസ്. ഇനി നമുക്ക് ഇത് ഷെൽഫിലേക്ക് എടുത്ത് വെക്കാം. പിന്നെ മാറ്റ് മടക്കി അതും ഷെൽഫിലേക്ക് വെക്കാം. വെരി ഗുഡ്, നന്നായിട്ട് ചെയ്ത് കേട്ടോ. ലിസിയെ പറഞ്ഞത് മനസ്സിലായോ? ബാക്കിയുള്ളവർക്ക് മനസ്സിലായി മാം. മനസ്സിലായല്ലേ? നമുക്ക് ചില വേർഡുകൾ അതിനകത്ത് നോക്കാനുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ജസ്റ്റ് ഒന്ന് വായിക്കുക ആദ്യം കേട്ടോ. വായിച്ചു കഴിയുമ്പോ പറയണോട്ടോ, വായിച്ചു കഴിഞ്ഞെന്ന് പറയണം, എന്നാ മാത്രമേ ഞാൻ പറയുള്ളൂ. ഓക്കെ, ഇപ്പൊ ഫോൾഡിങ് ആൻഡ് അൺഫോൾഡിങ് ഓഫ് നാപ്കിൻ ജസ്റ്റ് ഒന്ന് വായിക്കുക.
കഴിഞ്ഞോ? വായിച്ചോ? ഓക്കെ, എല്ലാരും വായിച്ചു കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാൻ പറയാൻ പോവാണ്. നിസിയ വളരെ മനോഹരമായിട്ട് നമുക്ക് വേണ്ടി ഇത് ചെയ്തു തന്നു. നല്ല ക്ലിയർ ആയിട്ട് കുട്ടി പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാലും ഒന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് ഇവിടെ നാപ്കിൻസ് ആണ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം റെസ്റ്റോറന്റിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നാപ്കിൻസ് അല്ലെ. അത് ഉപയോഗിച്ച് അവർ പല ഷേപ്സിലും മറ്റും എന്താ പറയാ കുറെ കാര്യങ്ങൾ അവർ ഉണ്ടാക്കാറുണ്ട്. ഹോട്ടൽസിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോ ഇവിടെ 4 നാപ്കിൻ ആണ് മെറ്റീരിയൽ ആയിട്ട് വരുന്നത്. ഓക്കെ, 4 നാപ്കിൻ ഉണ്ട്. പിന്നെ ഒരു പ്ലാസ്റ്റിക് മാറ്റ് ഉണ്ട്. ട്രേ, സോറി കേട്ടോ, വേറെയാണ് പറയുന്നത്. മാറ്റ് എന്തായാലും ഉണ്ടാവും, അതുപോലെ ട്രേ ഉണ്ടാവും, പിന്നെ നാപ്കിൻ ഉണ്ടാവും. ഓക്കെ, ഇതെന്തായാലും ഈ ഒരു നാപ്കിന്റെ ആക്ടിവിറ്റിയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത മെറ്റീരിയൽസ് ആണ്. അപ്പോ ഞാനിവിടെ ഒരു കർച്ചീഫാണ് എടുത്തിട്ടുള്ളത് നാപ്കിന് പകരമായിട്ട് കേട്ടോ. കാണുന്നുണ്ടോ നിങ്ങള്? നിസിയ കാണിച്ചു തന്നതാണ്, എന്നാലും ചില കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. നിസിയ മോള് കാണുന്നുണ്ടോ? ആ കാണുന്നുണ്ട്. നമ്മള് നന്നായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ചില വേർഡുകള് എനിക്ക് പറയാനുണ്ട്, അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത്. അപ്പൊ നോക്കി, ഇത് കർച്ചീഫാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് നാപ്കിൻ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മള് ആദ്യം എന്താ ഇവിടെ പറയുന്നേ, അതായത് മെറ്റീരിയൽസ് റെഡി ആക്കി വെക്കണം. അതായത് ട്രേ വേണം, മാറ്റ് വേണം, അതുപോലെ തന്നെ നാപ്കിൻ ഇടാനുള്ള ഒരു ബാസ്ക്കറ്റ് ഉണ്ടല്ലോ, ആ ഒരു ഇത് വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെറ്റീരിയൽസ് നമ്മൾ റെഡി ആക്കി വെച്ചിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഒരു നാപ്കിൻ എടുക്കാം. അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് മീഡിയൻ ആണ്. ഓക്കെ, മീഡിയൻ 4 നാപ്കിൻസ് ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് എന്ന് പറയുന്നത് മീഡിയൻ ആണ്. മീഡിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു കർച്ചീഫ് എടുത്തു. ഒരു കർച്ചീഫ് എടുത്തിട്ട് പകുതിയായിട്ട്, ഒരു സെക്കൻഡ് ആയിട്ട് ഞാൻ ഫാൻ ഓഫ് ചെയ്യട്ടെ. ഓക്കെ, ഇത് ഞാൻ നേർ പകുതിയായിട്ട് ഫോൾഡ് ചെയ്യാണ്. കണ്ടോ? അപ്പൊ ഇവിടെ ഒരു മാർക്ക് വരും. സ്റ്റിച്ചസ് മാർക്കിംഗ് എന്നാ പറയുന്നതിന് കേട്ടോ. കാണുന്നുണ്ടോ നിങ്ങള്? ഭാവന കാണുന്നുണ്ടോ? നിസിയ കാണുന്നുണ്ടോ? എൻസല് ഇതിനെ സ്റ്റിച്ചസ് മാർക്കിംഗ് എന്നാ പറയണേ. ഇതിനെ മീഡിയൻ എന്നും കൂടി പറയുന്നുണ്ട്. അപ്പൊ ഇത് മീഡിയൻ ആണ് കേട്ടോ. ഈ നാപ്കിൻ ഞാൻ ഫോൾഡ് ചെയ്തിരിക്കുന്നത് മീഡിയൻ ആയിട്ടാണ്. ഓക്കെ, നേർ പകുതിയായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഫോൾഡ് ചെയ്തിരിക്കുന്നത്. ഇതിനെ മീഡിയൻ എന്ന് പറയുന്നു. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതാണ് നിസിയെ കാണിച്ച ഫസ്റ്റ് നാപ്കിൻ എന്ന് പറയുന്നത് കേട്ടോ, മീഡിയൻ. ദെൻ രണ്ടാമത്തേത് ചെയ്യുന്നത് നോക്കിയാൽ നിങ്ങൾ നേരെ, അതായത് നമ്മളിപ്പോ അതായത് ഈ ഒരു ഷേപ്പിലാണ് വരുന്നത് കേട്ടോ. നമ്മളിത് ചെയ്യുമ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ഇത് ചെയ്യുമ്പോൾ നിസിയ നേരത്തെ കാണിച്ചതാണ്, നമ്മുടെ 2 ഫിംഗറുകൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം. ഇതിപ്പോ ഞാൻ നിലത്ത് വിരിച്ചു കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല. 2 ഫിംഗറുകൾ ഉപയോഗിക്കാൻ എന്ത് ചെയ്യാം, ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ഒന്ന് ചെയ്യാൻ നിസിയ നേരത്തെ കാണിച്ചതാണ് കേട്ടോ. നമ്മുടെ ഫിംഗേഴ്സ് കൂടുതലായിട്ട് ഇതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഇതിനെ തമ്പ് എന്നാ പറയാ. ഈ ഒരു ഫിംഗറിന് ഇൻഡെക്സ് ഫിംഗർ എന്ന് പറയുന്നു. ദെൻ ഇത് മിഡിൽ ഫിംഗർ, ദെൻ ഇത് റിംഗ് ഫിംഗർ, ദെൻ ഇത് ലിറ്റിൽ ഫിംഗർ. തമ്പ്, ദെൻ ഇൻഡെക്സ് ഫിംഗർ, മിഡിൽ ഫിംഗർ, റിംഗ് ഫിംഗർ, ലിറ്റിൽ ഫിംഗർ. ഓക്കെ, അപ്പൊ നമ്മള് ഈ ഒരു നാപ്കിൻ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്ന ഫിംഗർ എന്ന് പറഞ്ഞാല്
ഒന്ന് നമ്മുടെ ഇൻഡെക്സ് ഫിംഗറും പിന്നെ ഒന്ന് മിഡിൽ ഫിംഗറുമാണ്. പിന്നെ നമുക്ക് ഈ ഒരു നമ്മുടെ PDF പറഞ്ഞിരിക്കുന്നത് മിക്കവാറും ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അതായത് ഈ രണ്ട് ഫിംഗറുകൾ, അതായത് ഇൻഡെക്സ് ഫിംഗറും മിഡിൽ ഫിംഗറും ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇത് ലെവൽ ആക്കുന്നത്. ഇനി നമ്മുടെ PDF തമ്പാ പറഞ്ഞിരിക്കുന്നത്. തമ്പും അതുപോലെ തന്നെ ഈ ഒരു ഇൻഡെക്സ് ഫിംഗറാ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്കൊന്ന് ചെയ്തു നോക്കാവുന്നതാണ്. ഈ രണ്ട്, അതായത് അപ്പോ ഈ വിരല് ബാക്കിലോട്ടായിരിക്കും വരിക, ഇത് ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ലെവൽ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഓക്കെ, നമുക്ക് ഏതാണോ കംഫർട്ട് അത് ചെയ്യാം. അപ്പൊ നസിയ ചെയ്തതുപോലെ തന്നെയാണ് ഞാൻ ചെയ്തത്. ഇങ്ങനെയാണ് നമുക്ക് കൂടുതൽ കംഫർട്ട് എങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇനി തമ്പ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ചെയ്യാൻ കംഫർട്ടബിൾ എങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോ കറക്റ്റ് ലെവൽ ആക്കണം അങ്ങനെ ചെയ്തിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിനെ മീഡിയൻ എന്ന് പറയുന്നു. ദെൻ രണ്ടാമത്തെ നാപ്കിൻ എന്ന് പറയുന്നത് ഡയഗണൽ ആണ്. ഡയഗണൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാ വരിക. ഓക്കെ, ഡയഗണല് ഇങ്ങനെയാ വരിക. ഇതും നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് ഈ രണ്ട് ഫിംഗർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, ലെവല് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഡയഗണൽ ഷേപ്പ്. അപ്പൊ നമ്മള് ആംഗിളിലൊക്കെ നോക്കണം, കറക്റ്റ് ആയിട്ട് ലെവൽ ആയിട്ടുണ്ടോ എന്ന് നോക്കണം. ആംഗിൾ ഷേപ്സിലൊക്കെ കറക്റ്റ് ആയിട്ട് ലെവൽ വന്നിട്ടുണ്ടോ എന്ന് നമ്മള് ചെക്ക് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ഈ ഒരു സ്റ്റിച്ചസ് മാർക്കിംഗ് ഉണ്ടോ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിട്ട് കേട്ടോ. ക്ലിയർ ആണോ? കാണാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണ് മാം. ഓക്കെ, അപ്പോ ഇതിനെ ഡയഗണൽ എന്ന് പറയുന്നു. ദെൻ അടുത്തത് ടു മീഡിയൻ ആണ്. നേരത്തെ ഞാൻ ഒരു മീഡിയൻ കാണിച്ചിരുന്നു അല്ലെ, നേർ പകുതിയാക്കുന്നത് മീഡിയൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇതാണ് മീഡിയൻ. ഓക്കെ, ഇനി ഇതിനെ ടു മീഡിയൻ ആക്കുന്നു. അതായത് ഇതൊന്നും കൂടി ഫോൾഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, അതായത് താഴ്ത്തുനിന്ന് മുകളിലോട്ട് എന്ത് ചെയ്യുന്നു, ഒന്നും കൂടി ഫോൾഡ് ചെയ്തിട്ട് രണ്ട് മടക്കാക്കുന്നു. ഓക്കെ, ഇതിന്റെ പേരാണ് ടു മീഡിയൻ. ഇതും നിശ്ചയ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എല്ലാം നിശ്ചയ കാണിച്ചതാണ്. ഇത് ടു മീഡിയൻ ആണ്. ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പൊ മീഡിയൻ കാണിച്ചു, ഡയഗണൽ കാണിച്ചു, ദെൻ ടു മീഡിയൻ കാണിച്ചു. ഇനി അടുത്തത് ടു ഡയഗണൽ ആണ്. ഓക്കെ, അത് ഞാൻ കാണിച്ചു, ഡയഗണൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ഇങ്ങനെയാണ് ഡയഗണൽ ചെയ്യുന്നതെന്ന് നിശ്ചയം കാണിച്ചു തന്നു, ഞാനും കാണിച്ചു തന്നതാണ്. ഇങ്ങനെയാണ് ഡയഗണൽ ചെയ്യുന്നത്. ഇനി ടു ഡയഗണൽ എങ്ങനെയാ ചെയ്യുന്നേ? ടു ഡയഗണൽ ഇത് ഇങ്ങനെ ചെയ്തിട്ട് എന്ത് ചെയ്യാ, കറക്റ്റ് ആംഗിൾ ഒക്കെ കറക്റ്റ് ആണോ നോക്കിയിട്ട് സ്റ്റിച്ച് മാർക്ക് ചെയ്യുക. ദെൻ അതെന്ത് ചെയ്യാ, മുകളിൽ നിന്ന് താഴേക്ക് ഫോൾഡ് ചെയ്യുക. ഓക്കെ, അപ്പോ ജസ്ന പറഞ്ഞ പോലെ നമുക്കൊരു ട്രയാങ്കിളിന്റെ ഷേപ്പിൽ ഇത് കിട്ടുന്നതാണ് കേട്ടോ. വേണ്ട, ഓക്കെ, ഇതിങ്ങനെയാണ് മടക്കുന്നത്, മുകളിൽ നിന്ന് താഴേക്ക്. ഇങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ ഡയഗണൽ ചെയ്തത്. അതൊന്ന് ഫോൾഡ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു ഷേപ്പിൽ എന്ത് കിട്ടും, ടു ഡയഗണല് കിട്ടുന്നതാണ്. അപ്പൊ മീഡിയൻ ആദ്യം പറഞ്ഞു, ദെൻ ഡയഗണൽ പറഞ്ഞു, ദെൻ ടു മീഡിയൻ പറഞ്ഞു, ലാസ്റ്റ് വൺ ടു ഡയഗണൽ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മൾ എപ്പോഴും ഈ കാര്യം ഇവിടെ പറയുന്നുണ്ട്, നമ്മ ദേഹത്തോടെ ഒക്കെ കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഈ സാധനം എടുത്തിട്ട്, ഈ നാപ്കിൻ എടുത്തിട്ട് നമ്മുടെ ചെസ്റ്റ് പാർട്ടിനെ നേരെയായിട്ട് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ താഴേക്ക് ടേബിൾ മീത് വിരിച്ചിട്ട് ഇത് ഫോൾഡ് ചെയ്യാനായിട്ട് നോക്കുക. ഇതാണ് അവർ പറയുന്നത് കേട്ടോ. അപ്പൊ ഇനി അതിന്റെ വിശദീകരണം ആവശ്യമില്ല. ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയല്ലോ? ഇതിന്റെയൊക്കെ ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. ചെയ്തിട്ട് ഒരു വീഡിയോ എടുത്ത് വെക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഇത് ചെയ്യാം നിങ്ങൾക്ക്. ദെൻ അടുത്തത് ആരാണ് ആക്ടിവിറ്റി ആയിട്ട് വന്നേക്കണത്, റെഡി ആയിട്ടിരിക്കുന്നേ? റോമിയാക്കിയ റോയ്, യെസ് മിസ്. ഒരു സെക്കൻഡ് കേട്ടോ, ഫാൻ ഇട്ടോട്ടെ. ഓക്കെ. റോമിയോട് എന്താ പറഞ്ഞായിരുന്നേ? പോളിഷിംഗ് മിറർ. പോളിഷിംഗ് മിറർ റെഡിയാണോ ചെയ്യാനായിട്ട്? ചെയ്യാം. ഓക്കെ, ചെയ്തോളൂ കേട്ടോ.
കാണാവോ? കാണുന്നുണ്ട്. Okay. Hello, my dear children. Today I am going to very exciting activity for you. Okay, which is how to clean a mirror. All right. Look, of course, a mirror here. Then I am going to clean. This is a very small mirror, and we need some items also. I have a large mat and tray. A mirror. I have a container and cotton balls and cleaning liquid bottle. I have to this cloth also. You just going to watch me. I said do it first, then you done it. All right. First we take the mirror and a cotton balls and take the liquid, put some here. Then I am going to rub this mirror like this. Touch everywhere the corner of the mirror. Okay. So I am going to throw this rubbing. Next, I am taking the cloth and wipe this mirror and this like want to wipe. Now you look, my mirror is very clean. Okay. Do you like this activity? So I hope you go to her home, work this project. It is very good for you how to clean a mirror. Thank you, Miss. ഓക്കെ, വെരി ഗുഡ്. നന്നായി ചെയ്തു കേട്ടോ. വീഡിയോ എടുത്ത് അയക്കണം കേട്ടോ എനിക്ക്. രണ്ടുപേരും Okay. റോമിയ, നിസിയ. Okay, Miss. Yes, ma'am. രണ്ടുപേരും വീഡിയോ എടുത്തിട്ട് അയക്കുക. വീഡിയോ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 30 സെക്കൻഡ് അല്ലേ, അതും ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. ഇവിടുന്ന് പറയുന്നതായിരിക്കും എപ്പോഴാണ് അയച്ചു തരേണ്ടതെന്ന് കേട്ടോ നിങ്ങൾക്ക്. Okay. Okay. ഇത് രണ്ടും എടുത്തിട്ട് എനിക്കൊന്ന് സെൻഡ് ചെയ്യണം. ഓക്കെ. അടുത്തതാരാണ്? മോനിഷ മനു. എന്താ പറഞ്ഞിരുന്നേ? എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇനി ആരോടാണ് ആക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നേ? ഏൻസലിനോട് പറഞ്ഞായിരുന്നോ? നോ മാം. ഇല്ല അല്ലേ? ഓക്കെ. ശരണ്യനോട് പറഞ്ഞോ? പറഞ്ഞിട്ടുണ്ടായിരുന്നു മാം. ചെയ്തോ? അല്ല, ചെയ്യാൻ റെഡിയാണോ? ഞാൻ നോക്കിയില്ല. പകല് മൊത്തം സ്കൂളിൽ പോകുന്നോണ്ട് വരുമ്പോഴത്തേക്ക് പിന്നെ സന്ധ്യയാവും. അപ്പൊ പിന്നെ അതുകൊണ്ട് നോക്കാൻ പറ്റിയില്ല. പറഞ്ഞത് ഏതാണ്? ശരണ്യനോട് പറഞ്ഞേ, ഓർമ്മയുണ്ടോ? പേജ് നമ്പർ 23 എന്തോ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ്. സ്ക്രൂയിങ് ആണ് അല്ലേ? സ്ക്രൂയിങ്. അതെ. ഓക്കെ. നെക്സ്റ്റ് വീക്ക് ചെയ്താൽ മതി കേട്ടോ. നെക്സ്റ്റ് ട്യൂസ്ഡേ ചെയ്തിട്ട് റെഡി ആയിട്ട് വരിക ചെയ്യാനായിട്ട്. ശരി, ചെയ്യാം മാം. ഓക്കെ മാം, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. എനിക്ക് ക്യാരറ്റ് കട്ടിംഗ് ആയിരുന്നു. അപ്പൊ അത് വീഡിയോ എടുക്കുമ്പോ 30 മിനിറ്റ്സ് കൂടുതൽ ഉണ്ടാവും. എന്താ ചെയ്യാ? വേറെ എന്തെങ്കിലും ചെയ്യാമോ? എന്നാ ഏതെങ്കിലും ഇപ്പോ ആക്ടിവിറ്റി ഇപ്പൊ ചെയ്തത് എന്തെങ്കിലും ചെയ്യാമോ? ഓക്കെ മാം. ഏതെങ്കിലും ചെയ്താൽ മതി. ഇപ്പോ നിശ്ചയ ചെയ്തത് തന്നെ ചെയ്താലും മതി. അങ്ങനെ നിർബന്ധമില്ല. ഇപ്പൊ ഞാൻ തരുതാന്ന് പറഞ്ഞാല് നമ്മുടെ PDF അനുസരിച്ചിട്ട് തരുന്നെന്ന് മാത്രം. നിങ്ങൾക്ക് ഓരോന്നും ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തുവേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഓക്കെ. ദെൻ അടുത്തത് സ്വീപ്പിംഗ് ആണ്. സ്വീപ്പിങ്ങിന് ആള് വന്നിട്ടില്ല. ആൻഡ്രിയ എന്നെ നേരിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞിട്ട്. അപ്പോ ആള് നെക്സ്റ്റ് വീക്ക് അത് ചെയ്യുന്നതായിരിക്കും. ഞാനൊന്ന് പറയാം എന്തൊക്കെയാണ് സ്വീപ്പിംഗ്, എന്തൊക്കെയാണ് മെറ്റീരിയൽസ് ആവശ്യമായിട്ടുള്ളത്, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് പറയാം. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും നമുക്കൊന്ന് നോക്കാം ഇതിനകത്ത് എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളതെന്ന് കേട്ടോ.
ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് റീഡ് ചെയ്യുക, ഒരു 2 മിനിറ്റ് ഒന്ന് റീഡ് ചെയ്യുക കേട്ടോ. നേരത്തെ പോളിഷിംഗ് മിറർ കാണിച്ചപ്പോൾ അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതൊന്ന് പറഞ്ഞു തരാം കേട്ടോ, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി മാത്രം. കുട്ടി കാണിച്ചാണ്, നന്നായിട്ട് കാണിച്ചതായിരുന്നു, എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് വരാം, സ്ലീപ്പിംഗിലേക്ക് വരാം. മിറർ പോളിഷ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള മെറ്റീരിയൽസ് എന്ന് പറഞ്ഞൊരു ലാർജ് മാറ്റ് വേണം, അതുപോലെ ട്രേ വേണം, പിന്നെ മിറർ. ഇവിടെ 3 സ്മോൾ കണ്ടെയ്നേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ട്, അത് വേണമെങ്കിൽ, ആവശ്യമില്ല, നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ മാത്രം. പിന്നെ കോട്ടൺ ബോൾസ് വേണം, ക്ലെൻസിങ് ലിക്വിഡ് ഇൻ ബോട്ടിൽ വേണം, ദെൻ വേസ്റ്റ് പേപ്പർ, ക്ലോത്ത്, ബാസ്കറ്റ്, അപ്രോൺ. ഇതൊക്കെ എന്താണ്, അതായത് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് മാത്രമാണ് പറയുന്നത്. ഇനി അത് നിർബന്ധമില്ല, നിങ്ങളുടെ അടുത്തുള്ള കാര്യങ്ങൾ കൊണ്ട്, അതായത് അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ, അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങൾ, വേണ്ട മെറ്റീരിയൽസ് നമുക്ക് എന്തായാലും വേണം. അപ്പോൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു
ഭൂമിയെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ട്രേ ഉണ്ട്, ട്രേയില് എന്താ പറയുക ഒരു മാറ്റ് ഉണ്ടാവും. ആദ്യം ആ മാറ്റ് വെച്ചിട്ട് ട്രേ വെക്കുക. ദെൻ അതിനകത്ത് മെറ്റീരിയൽസ്, അതായത് മിററാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. പിന്നെ കോട്ടൺ ബോൾസ് വേണം, അതുപോലെ തന്നെ ക്ലെൻസിങ് ലിക്വിഡ് വേണം അല്ലെ. ഇത്രയും കാര്യങ്ങൾ ആവശ്യമായിട്ട് വേണം. പിന്നെ ക്ലോത്ത് വേണം, അതുപോലെ തന്നെ വേസ്റ്റ് പേപ്പറും ആവശ്യമായിട്ട് വരും. ഓക്കെ, ദെൻ അത് ആദ്യം നമ്മൾക്കറിയാം, അതായത് കോട്ടൺ ബോൾസിൽ ഈ ക്ലെൻസിങ് ലിക്വിഡ് ഉപയോഗിച്ചുകൊണ്ട് ആദ്യം ഒന്ന് ട്രിപ്പ് ചെയ്യുക അല്ലെ. അതിനകത്തൊന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയാ, ജസ്റ്റ് ഒന്ന് മുക്കുക. ദെൻ ആ ഒരു മിറർ എന്ത് ചെയ്യുക, നന്നായിട്ട് ക്ലീൻ ചെയ്യുക. പിന്നെ അതിന്റെ റൗണ്ടിന് ചുറ്റും, അതായത് അതിന്റെ ആ ഒരു സർഫേസ് ഉണ്ടല്ലോ, അതിന്റെ ഇടയിലായിട്ടൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ നീറ്റായിട്ട് ഇതൊന്ന് വൃത്തിയാക്കുക. ദെൻ ഒരു ക്ലോത്ത് ഉപയോഗിച്ചുകൊണ്ട് ലാസ്റ്റ് വേണം നന്നായിട്ടൊന്ന് തുടച്ച് അതവിടെ വെക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നത് കേട്ടോ. ഓക്കെ, നമുക്കിനി സ്വീപ്പിങ്ങിലേക്ക് വരാം. സ്വീപ്പിങ്ങിന് ആദ്യമായിട്ട് വേണ്ട മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ സ്മോൾ ബ്രൂം ആണ്. സ്മോൾ ബ്രൂം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൂല് കേട്ടോ. ചൂലുണ്ടെങ്കിലാണ് അത് ചെയ്യാനായിട്ട് സാധിക്കുക അല്ലെ. അപ്പൊ ആദ്യം തന്നെ വേണ്ടത് ചൂലാണ്. ചെറിയൊരു ചൂല് എടുക്കുക. ദെൻ ഡസ്റ്റ് പാൻ ആൻഡ് ബ്രഷ്. നമ്മൾ പറയില്ലേ അടിച്ചുവാരി, ഡസ്റ്റ് പാൻ അല്ലെ, അടിച്ചുവാരി. അതുപോലെ തന്നെ ഒരു ബ്രഷും കയ്യിലുണ്ടാവുക. ഓക്കെ, ഇത് നമുക്കറിയാം മാറാലൊക്കെ തൂക്കുന്ന ബ്രഷ് ഒക്കെ ഉണ്ടാവില്ലേ, നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ആ ഒരു ബ്രഷും അതുപോലെ തന്നെ ഡസ്റ്റ് പാന്റെ കൂടെ ബ്രഷ് അവൈലബിൾ ആകും ചില ഇതില്. ഇപ്പോ ഓൺലൈനിലൊക്കെ അത് അവൈലബിൾ ആണ്, അതിന്റെ കൂടെ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ രണ്ട് മെറ്റീരിയൽസും. ദെൻ കൺഫെറ്റി അല്ലെങ്കിൽ ടോണപ്പ് പേപ്പർ, അതായത് കൺഫെറ്റി എന്ന് പറഞ്ഞാൽ വർണ്ണക്കടലാസുകളാണ്. ഓക്കെ, വർണ്ണക്കടലാസുകൾ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ സാധാരണ വൈറ്റ് പേപ്പർ, അതായത് നുറുങ്ങ പേപ്പറുകളില്ലേ, നമ്മൾക്ക് ഈ ഒരു സ്വീപ്പിങ് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ട് ധാരാളം കടലാസുകൾ, അല്ലെങ്കിൽ നമ്മളിപ്പോ ഇലകളൊക്കെ കൊണ്ടിടുന്നത് കണ്ടിട്ടില്ല ആൾക്കാർ അടിക്കാൻ വേണ്ടിയിട്ട്, ഗർഭിണികളായവരൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് ധാരാളം ഇലകൾ കൊണ്ടിടും അല്ലെ, ലീഫ് കൊണ്ടിടും, എന്നിട്ട് അവരെ കൊണ്ട് അടിപ്പിക്കും. അതുപോലെ തന്നെ ഇവിടെ ഉപയോഗിക്കുന്നത് വർണ്ണക്കടലാസുകളാണ്, അല്ലെങ്കിൽ നുറുങ്ങിയ കടലാസ് കഷ്ണങ്ങൾ കൂടി നമുക്ക് മെറ്റീരിയൽ ആയിട്ട് വേണം. ദെൻ വേസ്റ്റ് പേപ്പർ ബാസ്ക്കറ്റ്, അതിടാൻ വേണ്ടിയിട്ട് ഒരു ബാസ്ക്കറ്റും കൂടി വേണം. ഇനി നോക്കിയേ എങ്ങനെയാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇതൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണ്. ഓക്കെ, ആക്ടിവിറ്റി ചെയ്യാനായിട്ട് മെറ്റീരിയൽസ് ഒക്കെ റെഡി ആയിട്ട് വെക്കുക. കുട്ടികളോട് പറയാം നമ്മൾ ഈ ആക്ടിവിറ്റി ചെയ്യാൻ പോവുകയാണെന്ന് പറയാം. ദെൻ ആദ്യം തന്നെ ആക്ടിവിറ്റി നടക്കുന്ന സ്ഥലത്ത് മെറ്റീരിയൽസ് കൊണ്ടുവരിക. നമ്മൾ എവിടെയാണോ ഈ ഒരു സ്വീപ്പിംഗ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു സ്ഥലത്തോട്ട് എന്ത് ചെയ്യുക, ഈ മെറ്റീരിയൽസ് മൊത്തം എന്ത് ചെയ്യുക, കൊണ്ടുവരികയാണ് ആദ്യം ചെയ്യേണ്ടത്. ദെൻ ഡ്രോ എ സ്മോൾ സർക്കിൾ ഓൺ ദ ഫ്ലോർ യൂസിങ് ചോക്ക്. രണ്ടാമത് ചോക്ക് ഉപയോഗിച്ച് എവിടെയാണോ നമ്മൾ ആക്ടിവിറ്റി ചെയ്യുന്നത് അവിടെ ഒരു ചോക്ക് ഉപയോഗിച്ച് ഒരു സർക്കിൾ വരയ്ക്കുക ഒരു ഫ്ലോറില്. അതായത് നമ്മൾ എന്തായാലും, അതായത് നമ്മൾ എവിടെയാണോ സ്വീപ്പിംഗ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു സർക്കിള് വരയ്ക്കുക. വലിയൊരു സർക്കിള് തന്നെ ആദ്യം വരയ്ക്കുക. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ട് കൺഫെറ്റി ഔട്ട്സൈഡ് ദ സർക്കിൾ. അതുപോലെ തന്നെ ഈ വർണ്ണക്കടലാസുകളൊക്കെ ഉണ്ടല്ലോ, അതെന്ത് ചെയ്യുക, ആ സർക്കിളിന് പുറത്തേക്ക് വിതറുക. നമ്മൊരു സർക്കിള് വരച്ചിട്ടുണ്ട്, ആ സർക്കിളിന്റെ ഉള്ളിലല്ല, ആ സർക്കിളിന് ഔട്ട്സൈഡ് ആയിട്ട് എന്ത് ചെയ്യുക, ഇതൊന്ന് വിതറിക്കൊടുക്കുക. ഓക്കെ, ദെൻ ടെൽ ദ ചൈൽഡ് യു ആർ ഗോയിങ് ടു സ്വീപ്പ് ഓൾ ദ കോൺഫിറ്റി ഇൻ ടു ദ സർക്കിൾ. ഇനി കുട്ടിയോട് പറയാം ആ സർക്കിളിലേക്ക് ഈ വർണ്ണക്കടലാസുകള് എന്താ പറയാ വരുത്താനായിട്ട് പറയാ, അല്ലെങ്കിൽ ആ ചൂല് ഉപയോഗിച്ചിട്ട് ആ സർക്കിളിലേക്ക് വർണ്ണക്കടലാസുകൾ കൺഫെറ്റി എന്ത് ചെയ്യുക, കൊണ്ടുവരാനായിട്ട് കുട്ടിയോട് പറയാ. ടേക്ക് ദ ബ്രൂം വിത്ത് ലെഫ്റ്റ് ഹാൻഡ് ഫിംഗേഴ്സ് ഗ്രിപ്പിംഗ് ദ ടോപ്പ് ആൻഡ് ദ റൈറ്റ് ഹാൻഡ് ഫിംഗേഴ്സ് ഗ്രിപ്പിംഗ് ദ പോർഷൻ ജസ്റ്റ് ബിലോ ദ ലെഫ്റ്റ് ഹാൻഡ് പൊസിഷൻ. അപ്പൊ ചൂല് നമ്മൾ എടുക്കുമല്ലോ, ഈ ഒരു എന്താ പറയാ സ്മോൾ ബ്രൂം നമ്മൾ എടുക്കുമ്പോൾ ഇതിന്റെ കൈപ്പടി ഉണ്ടാവും അല്ലെ, അതായത് തന്നെ സ്ട്രോക്ക് എന്നാ പറയാ, ഇതിന്റെ ഒരു കൈപ്പടി ഉണ്ടാകും. അത് നമ്മൾ വലത്ത് കൈ കൊണ്ട് എടുത്തിട്ട് എന്ത് ചെയ്യും, ഇടത്തെ കൈയില് ജസ്റ്റ് അതിന്റെ ടോപ്പിൽ ഒന്നിങ്ങനെ പിടിക്കും. പിടിച്ചിട്ട് എന്ത് ചെയ്യും, ആ വലത്തെ കൈ അതായത് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് നമ്മൾ ജസ്റ്റ് അതിന്റെ മുകളിൽ ഒന്ന് പിടിക്കും. ദെൻ റൈറ്റ് ഹാൻഡ് നമ്മൾ അതിന്റെ താഴേക്കിടയിലായിട്ട് പിടിക്കും. ഓക്കെ, ആ ഒരു ലോങ് ആയിട്ടുള്ള സ്റ്റിക്ക് ഉണ്ടല്ലോ, ഇതും ഇങ്ങനെ പിടിക്കും. അതിനുശേഷം എന്ത് ചെയ്യും, അതായത് ഹാൻഡ് ഒക്കെ ശരി കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനിലാണോ എന്ന് ചെക്ക് ചെയ്യും. ദെൻ നമ്മൾ സ്വീപ്പ് ചെയ്യാനായിട്ട് ആരംഭിക്കും. പതുക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക,
സ്വീപ്പ് ചെയ്യാനായിട്ട് ആരംഭിക്കുക കേട്ടോ. പതുക്കെ എന്ത് ചെയ്യും, സ്വീപ്പിംഗ് നമ്മൾ ആരംഭിക്കും. ആ ലോങ് സ്ട്രോക്ക് കൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യാം, അതിന്റെ താഴെയുള്ള ഭാഗം ഉണ്ടല്ലോ, നമ്മൾ അടിച്ചു വരുന്ന ആ ഒരു ഭാഗമില്ലേ, അതുകൊണ്ടായിരിക്കും നമ്മൾ സ്വീപ്പ് ചെയ്യുക. ഇനി നമ്മൾ ഡയറക്റ്റ് ആയിട്ട്, അതായത് ആ ഒരു കടലാസുകള് നമ്മൾ എന്ത് ചെയ്യും, ആ സർക്കിളിന്റെ സെന്ററിലായിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. ഇപ്പൊ സർക്കിളിന് പുറത്താണ് ഈ കടലാസുകൾ കിടക്കുന്നത്. കുട്ടി ചൂല് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, ഈ സർക്കിളിന്റെ അകത്തേക്ക് ഈ ഒരു കടലാസുകൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു. ഇമാജിൻ ചെയ്യുക കേട്ടോ. ഓക്കെ. Then when all the confetti has been swept into the circle, put the broom away. ഇനി എല്ലാ കടലാസുകളും സർക്കിളിനകത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ചൂല് മാറ്റി വെക്കാം. ചൂല് എന്ത് ചെയ്യണം, നമ്മള് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇനി എന്ത് ചെയ്യണം, ടേക്ക് ദ ബ്രഷ് വിത്ത് ദ റൈറ്റ് ഹാൻഡ്, ദ ഡസ്റ്റ് പാൻ വിത്ത് ദ ലെഫ്റ്റ് ഹാൻഡ്. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ബ്രഷ് എന്ത് ചെയ്യണം, റൈറ്റ് ഹാൻഡിൽ പിടിക്കണം. അതുപോലെ ഡസ്റ്റ് പാൻ എന്ത് ചെയ്യണം, ലെഫ്റ്റ് ഹാൻഡിൽ പിടിക്കണം. Okay. Then go into the circle, bend down and sweep the confetti into the dustpan using single strokes. Okay. ഇനി എന്ത് ചെയ്യണം, അതായത് ആ സർക്കിളിൽ നിന്ന് എന്ത് ചെയ്യണം, ഈ ഒരു കടലാസുകൾ എന്ത് ചെയ്യണം, ഡസ്റ്റ് പാനിലേക്ക് ആക്കണം അല്ലെ. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മള് ആ ബ്രഷ് ഉപയോഗിച്ച് അതിങ്ങനെ ഡസ്റ്റ് പാനിന്റെ അകത്തോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. അപ്പൊ അതിനകത്ത് ഫുള്ളായിട്ട് കയറി പോകുമോ? നിങ്ങൾ വീട്ടിൽ അടിച്ചു വരുന്നതല്ലേ, എങ്ങനെയാണ് അടിച്ചു വരുമ്പോഴ് പെട്ടെന്ന് തന്നെ കയറി പോകും? എന്തെങ്കിലും തടസ്സം ഇവിടെ കാണാറുണ്ടോ? ഡസ്റ്റ് പാനിൽ നമ്മള് എന്താ പറയാ, വേസ്റ്റുകളൊക്കെ കയറ്റുമ്പോൾ തടസ്സം കാണാറുണ്ടോ? എന്തെങ്കിലും ബാരിയർ ഉണ്ടോ അവിടെ? ഉണ്ടോ? ആദ്യം ഫുള്ള് കേറില്ല, പിന്നെ അത് നമ്മൾ ബാക്കിലേക്ക് ആക്കിയിട്ട് പിന്നെ അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ആദ്യം ഫുള്ള് കേറില്ല, നമ്മള് എന്താ പറയാ, ഒന്ന് കൈകൊണ്ടൊന്ന് ഇങ്ങനെ ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, അതിന്റെ അറ്റത്തോട്ട് എന്ത് ചെയ്യും, ഈ പേപ്പറുകളും കാര്യങ്ങളൊക്കെ പോകുന്നതായിരിക്കും. ദെൻ അതുപോലെ തന്നെ ഈ ബ്രഷ് ഉപയോഗിച്ച് എല്ലാ കടലാസുകളും നമ്മൾ ആ ഒരു ഡസ്റ്റ് പാനിൽ ആക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, ഡസ്റ്റ് പാൻ മാറ്റി വെക്കുക. ദെൻ നമുക്ക് ഈ വേസ്റ്റ് അതായത് വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഈ പേപ്പറുകൾ കൊണ്ടുചെന്ന് നമുക്ക് ഇടാവുന്നതാണ്, ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ തിരിച്ചു വന്നിട്ട് ഈ മെറ്റീരിയൽസ് ഒക്കെ അതേപോലെ തന്നെ തിരിച്ചു വെക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് സ്വീപ്പിംഗ് എന്ന് പറയുന്ന ആക്ടിവിറ്റി. ഇത് നമുക്ക് ആൻഡ്രിയ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിച്ചു തരും കേട്ടോ. നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആവും എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് പറഞ്ഞ് എത്രത്തോളം ഫലിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും ഓരോ ആക്ടിവിറ്റികൾ വീതം ചെയ്തുകൊണ്ട് വരാനായിട്ട് പറയുന്നത്. ഓക്കെ. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ ഇതെന്ന് നോക്കാം നമുക്ക്. കൺട്രോൾ ഓഫ് എറർ, സീയിങ് പീസസ് ഓഫ് കോൺഫിറ്റി ലെഫ്റ്റ് ബിഹൈൻഡ് ഓർ ഔട്ട് ഓഫ് ദ സർക്കിൾ. അതായത് നമ്മള് എന്താ പറയാ, സർക്കിളിനും അവിടെ ഇവിടെ ആയിട്ട് എന്താ പറയാ വർണ്ണക്കടലാസുകൾ വെതറി കിടക്കുന്നത് കാണാൻ കഴിയുന്നത് ഇതിന്റെ കൺട്രോൾ ഓഫ് എറർ ആയിട്ട് പറയുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇതിന്റെ പ്രധാന എയിംസ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഫൈൻ ആൻഡ് ഗ്രോസ് മോട്ടോർ സ്കിൽ, റിസ്റ്റ് ആൻഡ് ഫിംഗർ മസിൽസ്, നമ്മുടെ കൈത്തണ്ട അതുപോലെ തന്നെ ഫിംഗേഴ്സിന്റെ പേശികളൊക്കെ എന്താണ് നല്ല രീതിയിൽ മൂവ്മെന്റ് ഉണ്ടാകും. ഐ ഹാൻഡ് കോർഡിനേഷൻ ഉണ്ടാവും. ദെൻ കെയർ ഓഫ് എൻവയൺമെന്റ് നമ്മുടെ സറൗണ്ടിങ്സിനെ നമുക്ക് ക്ലീൻ ചെയ്യാം അല്ലെ. ഈ ഒരു പ്രവർത്തനത്തിലൂടെ എന്ത് ചെയ്യാണ്, നമ്മള് നമ്മുടെ ചുറ്റുപാടുകളെ നമ്മൾ ക്ലീൻ ആക്കുക ചെയ്യുക. അപ്പോൾ കെയർ ഓഫ് എൻവയൺമെന്റ്, പിന്നെ അതുപോലെ തന്നെ വ്യക്തമായിട്ടുള്ള ഒരു ഓർഡർ കുട്ടിക്ക് ഇതിലൂടെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പോ അത്രയും കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ദെൻ അടുത്തത് സ്ക്രൂയിങ് ആൻഡ് അൺസ്ക്രൂയിങ് ഓഫ് ബോട്ടിൽ ക്യാപ്സ് ആണ് കേട്ടോ. അത് മോനിഷ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. മോനിഷ അല്ല, ആരായിരുന്നു പറഞ്ഞിരുന്നേ? ശരണ്യനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരണ്യ അടുത്ത ക്ലാസ്സിൽ ചെയ്യും. നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം എന്താണെന്ന് കേട്ടോ. ഒന്ന് വായിച്ചു നോക്ക്, ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുക നിങ്ങൾ. എളുപ്പമാണ് ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ടോ. അധികം മെറ്റീരിയൽ ഒന്നും ഇതിന് ആവശ്യമില്ല.
ശരണ്യ, ശരണ്യന്റെ എവിടെ? ശരണ്യ, ഭാവന ആക്ടിവിറ്റി ഒന്ന് പറഞ്ഞ മോളെ. ശരണ്യ വിളി കേൾക്കുന്നില്ല. ആക്ടിവിറ്റി ഒന്ന് പറയാമോ? സ്ക്രൂയിങ് ആൻഡ് അൺസ്ക്രൂയിങ്. ഇതിന് വേണ്ട മെറ്റീരിയല് സ്മോൾ മാറ്റ്, ബാസ്ക്കറ്റ്, അസോർട്ടഡ് ബോട്ടില്. ബോട്ടിൽസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാപ്പുകൾ ഉള്ള ബോട്ടിൽസ് ആണ് വേണ്ടത്. അവരോട് എന്തെങ്കിലും ഇങ്ങനെ ആക്ടിവിറ്റി ചെയ്യാൻ പോവാന്ന് പറഞ്ഞിട്ട് അവരെ ഇൻവൈറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ എന്തൊക്കെ മെറ്റീരിയൽസ് വേണം എന്ന് പറയുക ആദ്യം. മാം അതെന്നാ ഹൊറിസോണ്ടൽ റോ ആയിട്ട്? അതെനിക്ക് മനസ്സിലായില്ല. നേരെ വെക്കുന്നത്, രണ്ടും ഈക്വൽ ആയിട്ട് വെക്കുന്നതാണ് കേട്ടോ. ഞാൻ തന്നെ പറയാം മോളെ, ഞാൻ തന്നെ പറയാം കേട്ടോ, ഞാൻ തന്നെ പറയാം. അതായത് സ്ക്രൂയിങ് ആൻഡ് അൺസ്ക്രൂയിങ് ഓഫ് ബോട്ടിൽ ക്യാപ്സ് എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ആണ് ശരിക്കും പറഞ്ഞാല്. സ്ക്രൂയിങ് എന്ന് പറയുന്നത് ക്ലോസിംഗ് ആണ്, സ്ക്രൂയിങ് എന്ന് പറയുന്നത് ക്ലോസിംഗ് ആണ്, അൺസ്ക്രൂയിങ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് ആണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സ്ക്രൂയിങ് എന്ന് പറയുന്നത് എന്താണ്? ക്ലോസിംഗ് ആണ്. അൺസ്ക്രൂയിങ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് ആണ്. ഇപ്പൊ ബോട്ടിൽ ക്യാപ്സ്, അതായത് 2 ജാറുകൾ, അല്ലെങ്കിൽ നിങ്ങളിപ്പോ സ്കൂളിലൊക്കെ പോകുന്നതാണല്ലോ, കറിയൊക്കെ കൊണ്ടുപോകുമല്ലോ നിങ്ങൾ അല്ലെ, ചോറ് കറിയൊക്കെ കൊണ്ടുപോകാറുണ്ടല്ലോ പോകുമ്പോൾ. കറിച്ചെപ്പൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ, ജാറുകള്. അപ്പൊ ആ ഒരു പാത്രത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു പാത്രം എങ്ങനെയാണ്, കറിട്ടില്ലുകളൊക്കെ ഉണ്ടല്ലോ, അതെങ്ങനെയാണ് തുറക്കുന്നത് അല്ലെങ്കിൽ അതെങ്ങനെയാണ് അടയ്ക്കുന്നതെന്നാണ് ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. സിമ്പിൾ ആണത്. നമ്മൾ ഈ കാണുന്ന പേര് പോലെ ഒന്നും പേടിക്കാനുള്ളതല്ല കേട്ടോ. ആദ്യം തന്നെ ഇതിനൊരു സ്മോൾ മാറ്റ് വേണം, ഒരു ബാസ്ക്കറ്റ് വേണം, പിന്നെ അസോർട്ടഡ് ബോട്ടിൽ വേണം. ഈ 3 കാര്യങ്ങൾ മാത്രമാണ് ഇതിന് ആവശ്യമായിട്ട് വേണ്ടത് കേട്ടോ. ഓക്കെ, ഇപ്പൊ മാറ്റ് നമുക്കറിയാം വിരിക്കാനാണ് അല്ലെ, എല്ലാത്തിലും എല്ലാ ആക്ടിവിറ്റിയിലും മാറ്റ് പറയുന്നുണ്ട്. പിന്നെ ഒരു ബാസ്ക്കറ്റ്, ബാസ്ക്കറ്റിലായിരിക്കും നമ്മൾ എന്ത് വെക്കുക? ഈ ബോട്ടിൽ വെച്ചിട്ടുണ്ടാവുക. ആ ബോട്ടിൽ നമ്മൾ ക്യാരി ചെയ്ത് കൊണ്ടുവരുന്നത് ബാസ്ക്കറ്റിലാണ്. ദെൻ നമ്മൾ ടേബിളിൽ ഈ ബാസ്ക്കറ്റ് വെക്കുന്നു. ദെൻ മാറ്റിന്റെ മീതെ ഈ 2 എന്ത് ചെയ്യുന്നു, ഈ ബോട്ടിൽ എന്ത് ചെയ്യുന്നു? ഇപ്പൊ 2 ബോട്ടിൽ ഇവിടെ പറയുന്നുണ്ടെങ്കിൽ 2 ബോട്ടിലും മാറ്റിലേക്ക് ഇറക്കി വെക്കും. ഓക്കെ, ഇപ്പൊ ടേബിളില് മാറ്റ് ഉണ്ട്, ദെൻ ഒരു ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. ബാസ്ക്കറ്റിലായിരിക്കും 2 ജാർ അല്ലെങ്കിൽ 2 ടിന്നുകൾ ഉണ്ടാവുക. അത് അടച്ചിട്ടായിരിക്കും വെച്ചിട്ടുണ്ടാവുക. ദെൻ നമ്മൾ നേരെ അത് മാറ്റിന് പുറത്തേക്ക് അല്ലെങ്കിൽ മാറ്റിൽ അത് വെക്കുന്നു എന്നാ പറയാ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികളെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യണം അല്ലെ. നമ്മൾ ഈ ഒരു സ്ക്രൂയിങ് അൺസ്ക്രൂയിങ് എന്ന് പറയുന്ന ഒരു ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ കുട്ടികളെ നമ്മൾക്ക് നേരെ എന്ത് ചെയ്യാം? ഇൻവൈറ്റ് ചെയ്യാം. ദെൻ അവരോട് പറയാം. ഇത് കൂടുതൽ ഇത് ചെയ്യുന്നതിലൂടെ കുട്ടികൾക്ക് തനിയെ, അതായത് കുട്ടികൾ വീട്ടിലൊക്കെ ഇത് ചെയ്യുമ്പോൾ കിച്ചണിലൊക്കെ അവര് കൂടുതലായിട്ട്, ഇപ്പൊ അവരാണെങ്കിലും അവരിപ്പോ സ്കൂളിലൊക്കെ കറികളൊക്കെ കൊണ്ടുപോകുന്നുണ്ടല്ലോ, ലഞ്ചിനൊക്കെ കൊണ്ടുപോകുന്നുണ്ടല്ലോ. അപ്പൊ അവർക്ക് ഇത് തുറക്കാനും അടക്കാനായിട്ട് അവർ പഠിക്കും. ഓൾറെഡി അവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. എന്നാലും കൂടുതൽ ഇവര് അത് ആ ഒരു ആക്ടിവിറ്റിയിൽ കൂടുതൽ ഇൻഡിപെൻഡന്റ് ആവുന്നതായിരിക്കും ഈ ഒരു കാര്യം കാണിച്ചു കൊടുത്താൽ. കിച്ചണിലെ അമ്മമാരെയൊക്കെ സഹായിക്കാൻ എന്തെങ്കിലും പാത്രങ്ങൾ തുറക്കാനോ അടക്കാനോ ഒക്കെ ഈ കുട്ടികൾക്ക് കഴിയുന്നതായിരിക്കും കേട്ടോ, ഈ ഒരു ആക്ടിവിറ്റി അവരെ കാണിച്ചു കൊടുത്താല്. അപ്പോ ഫസ്റ്റ് തന്നെ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടതെന്ന് കുട്ടിയോട് പറയാം. ദെൻ അതിനുശേഷം ബാസ്ക്കറ്റിൽ നിന്ന് ഏതാണോ, അതായത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബോട്ടിൽ ഏതാണോ അതെടുത്ത് മാറ്റി വെക്കുക. ഇതൊരു മാറ്റിന്റെ മീതെ വെക്കുക. ഹൊറിസോണ്ടൽ ആയിട്ട് വേണം, അതായത് നേരെ വെക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. രണ്ടും ഒരേ ഈക്വൽ ആയിട്ട് വെക്കുക, 2 സ്ഥലത്തായിട്ട് ഈക്വൽ. അതായത് ഈ ഒരു ലെവലിൽ എന്ത് ചെയ്യുക? ഇവിടെ ഒരു ബോട്ടിലാണെങ്കിൽ ഒരു ബോട്ടിൽ ഇവിടെ വെക്കുക, ഇങ്ങനെ 2 വെക്കുക എന്നുള്ളതാണ് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ loosen the bottle cap starting from the left bottle and place bottle caps at random. നമ്മൾ ആദ്യം എടുക്കുന്ന ബോട്ടിൽ എന്ന് പറഞ്ഞാല് ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ബോട്ടിലായിരിക്കും നമ്മൾ ആദ്യം എടുക്കുക. ഒരിക്കലും റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ബോട്ടിൽ നമ്മൾ എടുക്കില്ല. ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന, ഈ സൈഡിൽ ഇരിക്കുന്ന ബോട്ടിലായിരിക്കും നമ്മൾ ആദ്യം എടുക്കുക. ദെൻ അത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മള് അൺസ്ക്രൂയിങ് ചെയ്യുന്നു, അതായത് തുറക്കാണ് ചെയ്യുക. ആദ്യം തുറക്കുന്നു, ലൂസൺ ചെയ്യുന്നു.
ദെൻ അത് ഒരു സ്ഥലത്ത് മാറ്റി വെക്കുന്നു. ഓക്കെ, പിന്നീട് എന്താ ചെയ്യാം? പിന്നീട് വീണ്ടും അത് അടയ്ക്കണം അല്ലെ, ക്ലോസ് ചെയ്യണം, അത് സ്ക്രൂ ചെയ്യണം. അപ്പൊ അത് എടുത്തിട്ട് വീണ്ടും എന്ത് ചെയ്യാം? അത് അടയ്ക്കാനായിട്ട് നമുക്ക് തുടങ്ങാവുന്നതാണ്. ഓക്കെ, അപ്പോ ഇതൊക്കെ നമ്മൾ ലെഫ്റ്റ് ബോട്ടിലാണ് ചെയ്യേണ്ടത്. അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത്? റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ബോട്ടിലെ ഇത് സ്ക്രോയിങ്ങും അൺസ്ക്രോയിങ്ങും ചെയ്തിട്ട് നമ്മൾ മാറ്റി വെക്കാം. ഓക്കെ, ഇനി ഈ ഒരു ആക്ടിവിറ്റി ചെയ്തതിന് ശേഷം ഇത് തിരിച്ച് ബാസ്ക്കറ്റിലേക്ക് വെക്കാം. ദെൻ അത് മാറ്റും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണോ മെറ്റീരിയൽസ് അത് എവിടെ നിന്നാണ് എടുത്തത് അവിടേക്ക് തന്നെ കൊണ്ടുപോയി വെക്കാവുന്നത്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? നമുക്ക് ചെയ്യാട്ടോ. അടുത്ത ക്ലാസ്സിൽ ശരണ്യ ചെയ്യുന്നതായിരിക്കും ഈ ഒരു ആക്ടിവിറ്റി കേട്ടോ. കൺട്രോൾ ഓഫ് എറർ എന്തൊക്കെയാ അതിനകത്ത് പറയുന്നേ? റോമിയ, എന്താ മോളെ കൺട്രോൾ ഓഫ് എറർ പറയുന്നതിനകത്ത്? റോമിയ, മിസ് ഒരു മിനിറ്റ്. ആ Seeing the mirror surface not properly cleaned. ഏതാണ് വായിച്ചത്? കൺട്രോൾ ഓഫ് എറർ അല്ലേ റീഡ് ചെയ്തേ? Different size of bottle caps will fit to the opening of the particular bottles. ഓക്കെ, ഞാൻ വായിച്ചത് മിററിന്റെ മിറർ അല്ല, ഇത് ബോട്ടിലിന്റെ മിററിനാ കേട്ടത്. ഓക്കെ, different size bottles cap will fit to opening to the particular bottle. എയിംസ് വായിക്കണോ? എയിം വായിക്കണ്ട, കുഴപ്പമില്ല. കൺട്രോൾ ഓഫ് എറർ മാത്രം പറഞ്ഞാൽ മതി. Different size bottles cap will fit to the opening of the particular bottles. അത് മാത്രല്ലേ ഉള്ളൂ? അതെ അതെ. എന്താണ് അവിടെ പറയുന്നത്? എന്താണ് എന്താ മനസ്സിലായത് റോമിയക്ക്? അവര് പലതരത്തിലുള്ള ബോട്ടിലിന്റെ ക്യാപ്സുകൾ ഓപ്പൺ ചെയ്യാനായിട്ട് പഠിക്കും. പ്രത്യേക തരത്തിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള തരത്തിലുള്ള ബോട്ടിലുകൾ ഉണ്ടല്ലോ അല്ലെ? ചെറുതുണ്ട്, വലുതുണ്ട്, മീഡിയം ഉണ്ട്. എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് അതിന്റെ ഫിറ്റിംഗ് വരിക, ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണ്, അത് ഫിറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് വെക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് പഠിക്കും. ഓക്കെ, ഇനി എയിം ഒന്ന് പറഞ്ഞേ. ഡയറക്റ്റ് ആയിട്ടുള്ള എയിം എന്താണ് ഇതിനകത്ത്? ഡയറക്റ്റ് എയിം എന്താ? To give training in closing and opening of the bottles in daily life. അവരുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനത്തെ അവസരങ്ങൾ വരുമ്പോൾ അത് കൈകാര്യം ചെയ്യാൻ അവർ പഠിക്കും. കൈകാര്യം ചെയ്യാനായിട്ട് പഠിക്കും. നമ്മൾക്കൊക്കെ അനുഭവം ഉള്ളതാണല്ലോ, എക്സ്പീരിയൻസ്. നമ്മളൊക്കെ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മള് കറി കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ചില സമയത്ത് തുറക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഭയങ്കര അത് നമുക്ക് തുറക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തൊക്കെ കാണിച്ചിട്ടാണ് പിന്നെ നമ്മൾ തുറക്കുന്നത് അല്ലേ? ഡെസ്കിലൊക്കെ ഇടിച്ചിട്ട് നേരാൻ വേണം അടയ്ക്കാനിട്ടാണ് അത് തുറക്കാൻ പറ്റാത്തത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? അത് ക്ലോസ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. നേരാവണ്ണം ക്ലോസ് ചെയ്താലാണ് നമുക്കത് തുറക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? ഈ ഒരു ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബോട്ടിൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ അതിന്റെ എന്താ പറയാ, ശരിയായിട്ട് അടച്ചാൽ മാത്രമാണ് അത് തുറക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ അത് ഇതിലൂടെ പഠിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് എയിം എന്ന് പറഞ്ഞാല് നമ്മുടെ കോൺസെൻട്രേഷൻ വർദ്ധിക്കുന്നു. എല്ലാത്തിലും ഉള്ളതാണ് കേട്ടോ. കോൺസെൻട്രേഷൻ വർദ്ധിക്കുന്നു. അതുപോലെ മോട്ടോർ സ്കില്ലുകൾ, നമ്മുടെ റിസ്റ്റ് ഫിംഗറുകൾ, മസിലൊക്കെ എന്താണ് കൂടുതലും മൂവ്മെന്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താ പറയാ, എല്ലാ കാര്യങ്ങളും, അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പഠിക്കാനായിട്ട് എന്ത് കാര്യവും ആദ്യം ലെഫ്റ്റിൽ ചെയ്തിട്ട് റൈറ്റിലേക്കാണ് പോകുന്നത്. ആ ഒരു ആക്ടിവിറ്റി പഠിക്കുന്നുണ്ട്. ദെൻ ഐ ഹാൻഡ് കോർഡിനേഷൻ, ഓർഡർ, ഇൻഡിപെൻഡൻസ്. നമുക്ക് ആരുടെയും സഹായമില്ലാതെ എന്ത് ചെയ്യാം? നമുക്കൊരു പാത്രം തുറക്കാനായിട്ട് പറ്റും അല്ലെ? നമുക്ക് ആരുടെയും ഹെൽപ്പ് വേണ്ട. ഈ ഒരു ആക്ടിവിറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മളിത് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ ഒന്നും സഹായം വേണ്ട. അവരെന്ത് ചെയ്യും? തനിയെ ഇത് ചെയ്യാനായിട്ട് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ പല സൈസിലും പല ഷേപ്പിലും ടെക്സ്ചറിലും കളറിലുള്ള
ബോട്ടിൽസ് ഉണ്ട്. അത് അവര് കൂടുതൽ പരിചയപ്പെടും, എങ്ങനെയുള്ളതാണ്, അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അതിന്റെ വെയിറ്റ് കാര്യങ്ങളൊക്കെ അവർക്ക് കൂടുതൽ ഫെമിലിയർ ആവുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ അതാണ് ഈ ഒരു ഇതിൽ പറയുന്നത് കേട്ടോ. സ്ക്രൂയിങ് ആണ് അൺസ്ക്രൂയിങ്ങിൽ വരുന്നത്. മിററിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. കട്ടിങ് ക്യാരറ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ചെയ്യാനുള്ളവരൊന്ന് പറയാട്ടോ ഇപ്പൊ തന്നെ, അല്ലെങ്കിൽ ഞാൻ മറന്നു പോകുന്നതായിരിക്കും. ശരണ്യ ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ ആണോ ശരണ്യ? ശരണ്യ ഇവിടെ ഇല്ലേ? മോനിഷിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലോ ഒന്ന് മോളെ? മോനിഷ ചെയ്യാം മാം. ശരണ്യ ഓക്കെയാണ്. ശരണ്യയോട് പറഞ്ഞത് സ്ക്രൂയിങ് അല്ലേ? ഞാനിപ്പോ പറഞ്ഞ ആക്ടിവിറ്റി ആണ് ശരണ്യയോട് പറഞ്ഞത്. ഓക്കെ, അധികം മെറ്റീരിയൽസ് ഒന്നും ആവശ്യമില്ല കേട്ടോ. വീട്ടിലിരിക്കുന്ന 2 ജാറ് അല്ലെങ്കിൽ 2 ബോട്ടിലുകൾ മതി ഇത് ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ, വളരെ ഈസിയാണ് ചെയ്യാൻ, പെട്ടെന്ന് തന്നെ കഴിയുകയും ചെയ്യും. ഞാൻ മോനിഷയോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ മോളെ? മോനിഷ ഇല്ല മിസ്, ഞാൻ ഹോസ്പിറ്റലിൽ അടുത്തൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ? ഇപ്പൊ റെഡി ആയോ? ഓക്കെ ആയോ? ഇന്ന് ഡിസ്ചാർജ് ആയാൽ ചെയ്യാം. അടുത്ത ആക്ടിവിറ്റി ഞാൻ ചെയ്യാം. ഏതെങ്കിലും നോക്ക്, അതായത് നമ്മൾ ഇതുവരെ ചെയ്തത് വേണ്ട, അതിന് ശേഷം ഞാൻ പറയാം കേട്ടോ. ആൻസലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻസൽ ഹിമ പ്രശോഭ് ഹിമ നോ മാം പറഞ്ഞിട്ടില്ല. ഏതാ ചെയ്യാം? വാഷിംഗ് ടേബിൾ ചെയ്യാവോ? ഞാൻ നോക്കട്ടെ മാം, ഞാൻ വായിച്ചിട്ട് ഞാൻ പറയാം. ഒന്ന് നോക്കല്ലേ, ആരെങ്കിലും ഒരാൾ ചെയ്യോ? അല്ലെങ്കിൽ മോനിഷ ആയാലും മതി. ആർക്കാണോ ചെയ്യാൻ പറ്റുന്നത് അവര് ചെയ്യാം. ഓക്കെ, 2 പേരും ചെയ്താലും കുഴപ്പമില്ല. വാഷിംഗ് ടേബിൾ 2 പേര് ചെയ്താലും യാതൊരു കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, ആക്ടിവിറ്റി ചെയ്യണം എന്ന് മാത്രം. മാം ഞാൻ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ കേറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം മാം മറ്റേ ബട്ടൺ ഫ്രെയിം ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതെ അതെ, ഞാനപ്പോ അത് മുന്നിൽ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പക്ഷെ ആ ക്ലാസ്സിൽ കയറാത്തോണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. മാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ലേസ് അല്ലേ? പിന്നെ ഇത് ബട്ടൺ ഫ്രെയിം. അതിന്റെ ഫ്രെയിമിലുള്ള മെറ്റീരിയൽ എന്താ? അത് വുഡ് തന്നെയാണ്. പിന്നെ ഇത് മോന്റെ യൂണിഫോമാണ്, യൂണിഫോം ഷർട്ടാണ്. ഫുഡ് തന്നെയാണ്. ഇത് എവിടെന്ന് പർച്ചേസ് ചെയ്ത് മേടിച്ചാണോ? ഷോപ്പിൽ നിന്ന് അല്ലല്ല, മേടിച്ചാണോ? ഇത് അപ്പുറത്തെ വീട്ടില് മരപ്പണി ഉണ്ട് ഒരു ചേട്ടന്. അപ്പൊ ആ ചേട്ടന്റെ പീസ് വാങ്ങിച്ചിട്ട് ചെയ്തതാ. കണ്ടോ? അതായത് ഒരു മിനിറ്റ് ഹിമ, അതായത് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ, അതായത് ഈ മരപ്പണി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഫുഡ് കളക്ട് ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ നോക്കുക കേട്ടോ. നിങ്ങളുടെയൊക്കെ വീടിന്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കുക. ഫുഡ് കളക്ട് ചെയ്തിട്ട് ഫ്രെയിം ചെയ്യുമ്പോൾ കൂടുതൽ ഭംഗിയാണ്. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ ഇനി ഉണ്ടായിരുന്നില്ല, നമുക്ക് ഹാങ് ചെയ്യാനായിട്ട് സാധിക്കും അത്. ഓക്കെ ഹിമ പറഞ്ഞോളൂ കേട്ടോ. കഴിഞ്ഞ അത് 2 മാത്രമുള്ളോ? ഇനി ഉണ്ടോ? ഇല്ല മാം, അത് 2 ഉണ്ടാക്കിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ, ഇനിയും ഇങ്ങനെ തന്നെ ചെയ്യാട്ടോ. പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. ഏകദേശം നമ്മുടെ ആക്ടിവിറ്റികൾ തീർന്നു. പാർട്ട് 1 തീരാറായി. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സോട് കൂടി വൈൻഡ് അപ്പ് ചെയ്യാന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ഏകദേശം ധാരണ കിട്ടിയാൽ, ഐഡിയ കിട്ടിയാൽ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഇല്ലേ? എല്ലാവരും ഇന്ന് ചെയ്ത ആക്ടിവിറ്റികളൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. നാപ്കിന്റെ ഒക്കെ കേസ് വളരെ എളുപ്പമാണ്. നാപ്കിൻ കിട്ടിയില്ലെങ്കിൽ, അങ്ങനത്തെ ഒരു മെറ്റീരിയൽ കിട്ടിയില്ലെങ്കിൽ ഒരു കർച്ചീഫ് ഉപയോഗിച്ചെങ്കിലും നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. തനിയൊന്ന് അത് വീഡിയോ എടുക്കണം എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞേ.
ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ അത് അവൈലബിൾ അല്ലെങ്കിൽ കർച്ചീഫ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് ചെയ്ത് പഠിക്കാം. ഫിംഗറുകൾക്ക് എങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടത്, കുട്ടികളെ കൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യിപ്പിക്കേണ്ടതെന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇതിന്റെ വീഡിയോസ് ഒക്കെ അവൈലബിൾ ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി, ഇത് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യട്ടെ എന്നാ. യെസ് മാം, താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു. ഗുഡ് നൈറ്റ്. Thank you, ma'am.